ഹായ് ഫ്രണ്ട്സ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ്വർക്കിൻ്റെ ബേസിക്കാണ്. എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ്. നമ്മുടെ ചാനലിൽ കുറച്ച് വീഡിയോകൾ, നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോകൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചാനൽ തുടങ്ങുന്ന ഈ ചാനലിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ചാനലിൽ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന കോഴ്സിൻ്റെ വീഡിയോകൾ മാത്രമല്ല നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മേഖല പഠിക്കാൻ താല്പര്യമുള്ളവർക്കും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒരു റെഫറൻസ് ആയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ അവർക്ക് നോക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാനതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, CCNA, MCSA തുടങ്ങിയ ക്ലാസ്സുകളും നമ്മൾ നമ്മുടെ ചാനലിൽ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മളിവിടെ നെറ്റ്വർക്കിൻ്റെ ബേസിക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി ക്ലാസ്സുകളൊക്കെ കണ്ടവരുണ്ടാവും ഈ ഒരു വീഡിയോ കാണുന്നതിൽ. അപ്പോൾ ഈ നെറ്റ്വർക്കിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കുറിച്ച് അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഇത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം കുറേ വാക്കുകൾ, IP അഡ്രസ്സ്, NIC പോർട്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ ബേസിക് അറിയാവുന്ന നല്ലൊരാൾക്ക് മാത്രമേ നമുക്കിത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും ബേസ് അറിയണം അല്ലേ? ഇപ്പോൾ നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ബേസ് അറിഞ്ഞാലുള്ളൂ നമുക്കത് കറക്റ്റായിട്ട് ക്ലാസ്സുകൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഏറ്റവും ബേസിക്കാണ്. അപ്പോൾ സൈബർ സെക്യൂരിറ്റിയുടെ ക്ലാസ്സുകൾ ഇനി ഉണ്ടാകുമോ അതോ ഇനിയിപ്പോൾ നിർത്തിയോ എന്നല്ല, നമ്മളെല്ലാം ഇടും. നമ്മൾ ഇന്നിപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ബേസിക്കാണ് ഇടുന്നതെങ്കിൽ ചിലപ്പോൾ നാളെ സൈബർ സെക്യൂരിറ്റിയുടെ വീഡിയോ ആയിരിക്കും ഇടുന്നത്, ചിലപ്പോൾ വീണ്ടും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ കുറച്ച് ക്ലാസ്സുകളായിരിക്കും ഇടുന്നത്. അങ്ങനെ എല്ലാം ഷഫിൾ ചെയ്തിട്ടായിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ ചാനലിലെ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് ഓരോ പ്ലേലിസ്റ്റും, ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി ആണെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിനകത്തായിരിക്കും ഇടുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണെങ്കിൽ നെറ്റ്വർക്കിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ടാവും, അതിനകത്തായിരിക്കും ഇടുന്നത്. അങ്ങനെ കറക്റ്റ് പ്ലേലിസ്റ്റ് പ്രകാരം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഇനി ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നെറ്റ്വർക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട്സിന് ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നേരെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് എന്താണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നറിയണം അല്ലേ? എന്നിട്ട് ഇത് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ അറിയണം. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ കമ്പ്യൂട്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ ലാപ്ടോപ്പോ PC എന്തെങ്കിലും ഒരു ഡിവൈസ് ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് മെയിനായിട്ടും നമ്മുടെ ഡിവൈസ് രണ്ട് ടൈപ്പുള്ള, ഒന്ന് ഓപ്പൺ സിസ്റ്റവും രണ്ടാമത്തത് ക്ലോസ്ഡ് സിസ്റ്റവും. എന്താണ് ഓപ്പൺ സിസ്റ്റം? എ സിസ്റ്റം വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ നെറ്റ്വർക്ക് ആൻഡ് ഈസ് റെഡി ഫോർ കമ്മ്യൂണിക്കേഷൻ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്റ്റ് ചെയ്ത സിസ്റ്റത്തെ ആണ് നമ്മൾ ഓപ്പൺ സിസ്റ്റം എന്ന് വിളിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് എൻ്റെ കയ്യിലൊരു ലാപ്ടോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു ഡെസ്ക്ടോപ്പ് PC ഉണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ ഈ ലാപ്ടോപ്പിനോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിനെയോ ഞാൻ വൈഫൈ ഉപയോഗിച്ചിട്ട് മോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഫോർ ഇൻ്റർനെറ്റ് ആക്സസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ കേബിൾ ഉപയോഗിച്ചിട്ട് മോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു നെറ്റ്വർക്കുമായിട്ട് അപ്പോൾ എൻ്റെ ആ സിസ്റ്റം എന്താണ്? കണക്റ്റഡ് ആണ്. അങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറിനെ നമുക്ക് ഓപ്പൺ സിസ്റ്റം എന്ന് വിളിക്കാം. ക്ലോസ്ഡ് സിസ്റ്റം എന്താണ്? ക്ലോസ്ഡ് സിസ്റ്റം എ സിസ്റ്റം വിച്ച് ഈസ് നോട്ട് കണക്റ്റഡ് ടു ദ നെറ്റ്വർക്ക് ആൻഡ് കനോട്ട് ബി കമ്മ്യൂണിക്കേറ്റ് വിത്ത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാത്ത ഒരു കമ്പ്യൂട്ടറിനെ നമുക്ക് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് വിളിക്കാം. ഞാൻ എൻ്റെ കയ്യിലൊരു ലാപ്ടോപ്പ് ഉണ്ട്, ആ ലാപ്ടോപ്പിൽ ഇൻ്റർനെറ്റോ മോഡോ ഒന്നും എടുത്തിട്ടില്ല, ഒന്നുമായിട്ട് വൈഫൈ ഉപയോഗിച്ചും കണക്ട് ചെയ്തിട്ടില്ല, കേബിൾ ഉപയോഗിച്ചും കണക്ട് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള സിസ്റ്റത്തെ നമുക്ക് എന്ത് വിളിക്കാം? ക്ലോസ്ഡ് സിസ്റ്റം എന്ന് വിളിക്കാം. അപ്പോൾ രണ്ട് തരത്തിലുള്ള കമ്പ്യൂട്ടറാണുള്ളത്. ഒന്ന് ഓപ്പൺ സിസ്റ്റം ഉണ്ട്, രണ്ടാമത്തത് ക്ലോസ്ഡ് സിസ്റ്റമാണ്. ഒരു നെറ്റ്വർക്കിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടറുകളെല്ലാം അപ്പോൾ എന്തായിരിക്കും? ഓപ്പൺ സിസ്റ്റം ആയിരിക്കും. കാരണം എന്താ? അതൊരു നെറ്റ്വർക്കുമായിട്ട് എന്താണ്? കണക്റ്റഡ് ആണ് അല്ലേ? നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഡെഫിനിഷൻ പോലെ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഇൻ്റർ കണക്ഷൻ ഓഫ് 2 or more computers. It is done to enable the computers to communicate and share available resources.
അതിൻ്റെ അർത്ഥം എന്താണ്? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ രണ്ടിലധികമോ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് വിളിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവർ തമ്മിൽ ഡാറ്റകളും ഇൻഫർമേഷൻസും എല്ലാം കൈമാറാൻ വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് വാട്ട് ഈസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് റിസൾട്ടുകൾ വരും. വിക്കിപീഡിയയുടെ പേജ് വരും. വിക്കിപീഡിയയിൽ എഴുതിയിട്ടുണ്ടാവും എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ളത്, അല്ലേ? അതുപോലെ തന്നെ വേറെ കുറേ ബ്ലോഗുകൾ ഉണ്ടാവും, അതിലൊക്കെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പലരും ഇങ്ങനെ പല രീതിയിലായിരിക്കും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ വിവരിച്ചിട്ടുണ്ടാവുക. സിമ്പിളായിട്ട് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, രണ്ടോ രണ്ടിലധികമോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ നമ്മൾ പരസ്പരം കണക്ട് ചെയ്യുന്നതിനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കുറിച്ച് വേറൊരു ആൻ ഇൻ്റർ കണക്ഷൻ ഓഫ് മൾട്ടിപ്പിൾ ഡിവൈസസ് ആൾസോ നോൺ ആസ് ഹോസ്റ്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടിലധികമോ കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? മൾട്ടിപ്പിൾ ഡിവൈസ്, ഇൻ്റർ കണക്ഷൻ ഓഫ് മൾട്ടിപ്പിൾ ഡിവൈസസ് ആൾസോ നോൺ ആസ് ഹോസ്റ്റ്. നമ്മൾ ഈ കമ്പ്യൂട്ടറുകളെ, ഈ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറുകൾ നമ്മൾ ഹോസ്റ്റുകൾ എന്നും പറയാറുണ്ട്. അതാണ് അവിടെ ആൾസോ നോൺ ആസ് ഹോസ്റ്റ് എന്ന് എഴുതിയിരിക്കണേ. ദാറ്റ് ആർ കണക്റ്റഡ് യൂസിങ് മൾട്ടിപ്പിൾ പാത്സ് ഫോർ ദ പർപ്പസ് ഓഫ് സെൻഡിങ് റിസീവിങ് ഡാറ്റ ഓർ മീഡിയ. എന്തിനു വേണ്ടിയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? എന്ത് പർപ്പസിനാ? ഡാറ്റകൾ സെൻഡ് ചെയ്യാനും ഡാറ്റകൾ റിസീവ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ക്യാൻ ആൾസോ ഇൻക്ലൂഡ് മൾട്ടിപ്പിൾ ഡിവൈസ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടർ കൂടാതെ മറ്റു ഡിവൈസുകളുണ്ട്. ഡിവൈസസ് അല്ലെങ്കിൽ മീഡിയം വിച്ച് ഹെൽപ്പ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് ഡിവൈസസ്. ഈ രണ്ട് ഡിഫറെൻറ്റ് ഡിവൈസുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സഹായിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഡിവൈസുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുമ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റ് ഡിവൈസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഡിവൈസുകൾ ദിസ് ആർ നോൺ ആസ് നെറ്റ്വർക്ക് ഡിവൈസസ്. അതിന് നമ്മൾ നെറ്റ്വർക്കിൽ ഡിവൈസസ്, നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന ഡിവൈസ് ആയതുകൊണ്ട് നെറ്റ്വർക്ക് ഡിവൈസ് എന്ന് പറയാം. ആൻഡ് ഇൻക്ലൂഡ് തിങ്സ് സച്ച് ആസ് റൂട്ടർ, സ്വിച്ച്, ഹബ്ബ്, ബ്രിഡ്ജസ്. റൂട്ടർ, സ്വിച്ച്, ഹബ്ബ്, ബ്രിഡ്ജ് തുടങ്ങിയ ഡിവൈസുകളും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അടുത്തത്. അപ്പോൾ ഇങ്ങനെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഡിവൈസുകൾ യൂസ് ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞിരുന്നു, അല്ലേ? നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. നമുക്ക് ആദ്യം സ്വിച്ച്. എൻ്റെ റൈറ്റ് സൈഡിൽ, നമ്മുടെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് സ്വിച്ചിൻ്റെ ചെറിയൊരു പാർട്ട് കാണുന്നുണ്ട്, അല്ലേ? കുറേ പോർട്ടുകൾ കാണാനായിട്ട് സാധിക്കും. സ്വിച്ച് എന്താണ്? കണക്ട് ഡിവൈസസ് ഇൻ എ നെറ്റ്വർക്ക് ടു ഈച്ച് അതർ. ഒരു നെറ്റ്വർക്കിലിരിക്കുന്ന ഡിവൈസുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാനായിട്ടാണ്. എനേബിൾ ദം ടു ടോക്ക് ബൈ എക്സ്ചേഞ്ചിങ് ഡാറ്റ പാക്കറ്റ്. ഡാറ്റ പാക്കറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ രണ്ട് പീസുകൾ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇവർ തമ്മിൽ പാക്കറ്റുകളാണ് സെൻഡ് ചെയ്യുക. അപ്പോൾ എന്താണ് പാക്കറ്റ് എന്നൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ വിശദമായിട്ട് പഠിക്കാം. ഇപ്പോൾ നിങ്ങൾ ഡാറ്റകൾ എന്ന് ഉദ്ദേശിക്കുക. ഡാറ്റ പാക്കറ്റ് ഇൻഫർമേഷൻസ്, ഫയലുകളാകാം, ഫോൾഡറുകളാകാം, സിനിമയായിരിക്കാം, എന്തുമാകാം. അപ്പോൾ ഇൻഫർമേഷൻസ് പരസ്പരം കൈമാറും. അപ്പോൾ ഈ ഡിവൈസുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്ത് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സ്വിച്ച് യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ സ്വിച്ച് എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്കൊന്ന് ഡ്രോ ചെയ്ത് നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ ഇവിടെ എനിക്കൊരു പി സി ഉണ്ട്. ഞാൻ ഇവിടെ ഒരു ജസ്റ്റ് ഒരു പി സിനെ ഡ്രോ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതെനിക്കൊരു പി സി ഉണ്ട്. ഇതാണ് എൻ്റെ പി സി. എനിക്ക് ഇവിടെ മറ്റൊരു പി സി ഉണ്ട്. എനിക്ക് ഈ രണ്ട് പി സികൾ തമ്മിൽ കണക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ഞാനപ്പോൾ ഈ പി സിയിൽ നിന്നൊരു കേബിള് നേരെ അടുത്ത പി സിയിലോട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് പി സി 2, ഇത് പി സി 1 എന്ന് പറയാം. അപ്പോൾ രണ്ട് പി സികൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു കേബിൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, അല്ലേ? നമുക്ക് രണ്ടിൽ കൂടുതൽ പി സികൾ ഉണ്ടെന്ന് വിചാരിക്കുക. രണ്ടിൽ കൂടുതൽ പി സികൾ വരുമ്പോൾ, ഇപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ഒരു പി സി ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ വേറൊരു പി സി ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ വേറൊരു പി സി ഉണ്ട്. 3 പി സികളുണ്ട്. ഈ 3 പി സികളെ കണക്ട് ചെയ്തിട്ട് എനിക്കൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കണം. ഈ കമ്പ്യൂട്ടറുകളെ 3 എണ്ണത്തിനെയും എനിക്ക് കണക്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ സാധാരണ നമ്മുടെ കമ്പ്യൂട്ടറുകൾക്കെല്ലാം എന്ത് വരാറുണ്ട്? നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബാക്ക് പാനൽ അല്ലെങ്കിൽ സൈഡിൽ, ലാപ്ടോപ്പൊക്കെ ആണെങ്കിൽ സൈഡിൽ ഒരു NIC പോർട്ട് വരാറുണ്ട്, അല്ലേ? ഇത് ഇങ്ങനത്തെ ഒരു പോർട്ട് വരാറുണ്ട്. ഇതിന് നമ്മൾ സാധാരണ NIC പോർട്ട് എന്നാണ് വിളിക്കുക, NIC പോർട്ട്.
അപ്പോൾ എല്ലാ കമ്പ്യൂട്ടറുകൾക്കും ഒരു NIC പോർട്ട് ഉണ്ടാവുക. ഇപ്പോൾ ഇതിനൊരു NIC പോർട്ട് ഉണ്ടാവും, ഇതിന് വേറൊരു NIC പോർട്ട് ഉണ്ടാവും. നമ്മൾ മുകളിൽ ഇതിൻ്റെ NIC പോർട്ടിൽ നിന്നാണ് ഇതിൻ്റെ NIC പോർട്ടിലോട്ട് എന്ത് ചെയ്തത്, കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്തത് അല്ലേ. അപ്പോൾ ഇവർക്ക് ഡാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും സാധിക്കും. ഇവിടെ നോക്കിയേ, എല്ലാ കമ്പ്യൂട്ടറിനും ഒരു NIC പോർട്ടാണ് ഡിഫോൾട്ടായിട്ടുള്ളത് അല്ലേ. വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇങ്ങനത്തെ NIC പോർട്ടുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ നമുക്ക് ലാപ്ടോപ്പിനും ആഡ് ചെയ്യാം, USB NIC മേടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു 8 or 10 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കൽ പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു 3 നെറ്റ്വർക്ക് അല്ലെങ്കിൽ 2 കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഈ പറയുന്ന സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്യും. ഇതാണ് സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസ്. സ്വിച്ചിൻ്റെ സിമ്പിൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കുക. സ്വിച്ചിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഇങ്ങനെയാണ് സ്വിച്ച്. അപ്പോൾ സ്വിച്ചിന് ഞാൻ നേരത്തെ നമ്മൾ സ്വിച്ചിൻ്റെ സ്ലൈഡ് കണ്ടപ്പോൾ നമ്മൾ കണ്ടിരുന്നു, സ്വിച്ചിൽ നിറയെ എന്ത് പോർട്ടുകളുള്ളത്, ഇങ്ങനത്തെ NIC പോർട്ടുകളുള്ളത് അല്ലേ. അത് നമുക്ക് 4 PC കണക്ട് ചെയ്യാനുള്ള സ്വിച്ചുകൾ കിട്ടും, 8 PC കണക്ട് ചെയ്യാനുള്ള സ്വിച്ചുകൾ കിട്ടും, 16 PC ഉണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്വിച്ചുകൾ കിട്ടും. അപ്പോൾ സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസിനെ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യും. എന്നിട്ട് ഈ PC നമ്മൾ എന്തുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, നമ്മളിവിടെ സ്വിച്ചുമായിട്ടാണ് ഈ PC കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് PC1, ഇത് PC2, ഇത് PC3. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, സ്വിച്ച് വഴിയാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്വിച്ച് എന്ന് പറയുന്നത്, സ്വിച്ച് എന്താണ്, ഒരു LAN ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആര്, സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസിനെ. അപ്പോൾ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ നമുക്ക് എന്താവശ്യമുണ്ട്, സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ സ്വിച്ച് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഒരു ഓഫീസിൽ ഒരു 10 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ 10 കമ്പ്യൂട്ടറിനെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസ് ആവശ്യമുണ്ട്. നമുക്ക് സ്വിച്ച് അല്ലാതെ അടുത്ത ഡിവൈസ് ഏതാണെന്ന് നോക്കാം. അടുത്തൊരു ഡിവൈസാണ് റൂട്ടർ, അല്ലെങ്കിൽ റൗട്ടർ എന്ന് പറയും, റൂട്ടർ എന്നും പറയാം. എന്താണ് റൂട്ടർ? റൂട്ടർ ഈസ് എ നെറ്റ്വർക്കിംഗ് ഡിവൈസ് ദാറ്റ് ഫോർവേഡ് ഡാറ്റ പാക്കറ്റ്സ് ബിറ്റ്വീൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു സ്വിച്ച് എന്താണ് എന്നുള്ള കാര്യം അല്ലേ. ഇവിടെ നേരെ റൂട്ടറാണ്. എന്താണ് റൂട്ടർ? റൂട്ടർ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. ഈ ഡിവൈസ് എന്താ ചെയ്യുക, ദാറ്റ് ഫോർവേഡ് ഡാറ്റ പാക്കറ്റ്സ് ബിറ്റ്വീൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഇപ്പോൾ എൻ്റെ ഓഫീസിൽ 2 നെറ്റ്വർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു നെറ്റ്വർക്കിന് ഞാൻ A എന്ന് പേര് കൊടുത്തു, അതിലൊരു 10 കമ്പ്യൂട്ടർ ഉണ്ട്, അത് അവിടെ ഒരു നെറ്റ്വർക്കാണ്. തൊട്ടിപ്പുറത്തെ റൂമിൽ B എന്ന് പറയുന്നൊരു നെറ്റ്വർക്ക് ഉണ്ട്, അവിടെ ഒരു 15 കമ്പ്യൂട്ടർ ഉണ്ട്, അതൊരു നെറ്റ്വർക്കാണ്. അപ്പോൾ എന്ത് വന്നു, ഇവിടെ 2 നെറ്റ്വർക്കുകൾ വന്നു അല്ലേ. ഒരു നെറ്റ്വർക്ക് Aയും അടുത്ത നെറ്റ്വർക്ക് Bയും. അപ്പോൾ എനിക്കിതിനെ പരസ്പരം കണക്ട് ചെയ്യാൻ എന്ത് വേണം, റൂട്ടർ എന്ന് പറയുന്ന ഡിവൈസ് ആവശ്യമുണ്ട്. അപ്പോൾ വ്യത്യസ്ത നെറ്റ്വർക്കുകളെ, വ്യത്യസ്ത കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസിനെ നമുക്ക് എന്ത് വിളിക്കാം, റൂട്ടർ എന്ന് പറയുന്ന ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ റൂട്ടർ എന്ന് വിളിക്കുക. എങ്ങനെയാണ് റൂട്ടർ എന്നുള്ളത് നമുക്കൊന്ന് എക്സാമ്പിളായിട്ടൊന്ന് ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ എനിക്കൊരു LAN ഉണ്ട്, എന്നുവെച്ചാൽ എനിക്കൊരു നെറ്റ്വർക്ക് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ ഒരു 4 കമ്പ്യൂട്ടർ ഉണ്ട്, 4 കമ്പ്യൂട്ടറിനെ വെച്ചിട്ട് ഞാനൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വേണം, സ്വിച്ച് വേണം അല്ലേ. സ്വിച്ചിനെ ഡ്രോ ചെയ്തിട്ടുണ്ട്, എല്ലാ PCകളും സ്വിച്ചുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതിനെയാണ് നമുക്ക് നെറ്റ്വർക്ക് A എന്ന് വിളിക്കാം. ഇനി തൊട്ട് ഇപ്പുറത്ത് എനിക്ക് വേറൊരു നെറ്റ്വർക്ക് ഉണ്ട്, ഇവിടെയും ഒരു 4 or 5 കമ്പ്യൂട്ടർ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഇതാണ് നെറ്റ്വർക്ക് B. 2 നെറ്റ്വർക്ക് ഉണ്ട്. നമുക്ക് A എന്ന് പറയുന്ന ഈ നെറ്റ്വർക്കും അതേപോലെ തന്നെ B എന്ന് പറയുന്ന ഈ നെറ്റ്വർക്കും തമ്മിൽ എന്ത് ചെയ്യണം, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. എയിനെയും ബിനെയും നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്വിച്ചിനെയും അതേപോലെ തന്നെ ഈ സ്വിച്ചിനെയും ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്കൊരു കാര്യമില്ല, അവർ തമ്മിൽ എന്ത് നടക്കില്ല, കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. കാരണം
സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസ് ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഒരു നെറ്റ്വർക്കിൽ ഇരിക്കുന്ന സിസ്റ്റങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനാണ്. അല്ലാതെ വ്യത്യസ്ത നെറ്റ്വർക്കുകൾ തമ്മിൽ സ്വിച്ചിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ റൂട്ടർ എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്യുക. റൂട്ടറിൻ്റെ സിമ്പിൾ ഒരു റൗണ്ട് എടുത്തിട്ട് 2 ആരോമാർക്ക് പുറത്തോട്ടും 2 ആരോമാർക്ക് ഉള്ളിലോട്ടും. എന്നിട്ട് ഈ ഡിവൈസിനെ നമ്മൾ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നു, ഈ ഡിവൈസിനെ നമ്മൾ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ റൂട്ടറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നെറ്റ്വർക്ക് എയും നെറ്റ്വർക്ക് ബിയും എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ റൂട്ടർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, വ്യത്യസ്ത നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് നമ്മൾ റൂട്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റൂട്ടർ എന്താണ് എന്നുള്ളൊരു ബേസിക് കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സ്വിച്ച് എന്താണെന്നുള്ളതും റൂട്ടർ എന്താണ് എന്നുള്ളത്. അടുത്തത് നമുക്ക് ഫയർവാൾ എന്ന് പറയുന്ന ഡിവൈസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് ഫയർവാളിൻ്റെ ചെറിയൊരു ചിത്രമാണ്. ഫയർവാൾ ഈസ് എ നെറ്റ്വർക്ക് സെക്യൂരിറ്റി സിസ്റ്റം ദാറ്റ് മോണിറ്റേഴ്സ് ആൻഡ് കൺട്രോൾസ് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക് ബേസ്ഡ് ഓൺ പ്രീ ഡിറ്റർമൈൻഡ് സെക്യൂരിറ്റി റൂൾസ്. എന്താ ചെയ്യുന്നത്, ഫയർവാൾ എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി സിസ്റ്റമാണ്. നമ്മുടെ നെറ്റ്വർക്കിന് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി കൊടുക്കുന്ന ഒരു ഡിവൈസാണ് ആര്, ഈ ഫയർവാൾ എന്ന് പറയുന്നത്. ഫയർവാൾ എന്ത് ചെയ്യും, മോണിറ്റർ ആൻഡ് കൺട്രോൾസ്, അത് മോണിറ്റർ ചെയ്യും, അതേപോലെ തന്നെ നിയന്ത്രിക്കുകയും ചെയ്യും. നമ്മുടെ നെറ്റ്വർക്കിലോട്ട് വരുന്ന നെറ്റ്വർക്ക് ട്രാഫിക്കിനെയും അതേപോലെ നമ്മുടെ നെറ്റ്വർക്കിൽ നിന്ന് പോകുന്ന നെറ്റ്വർക്ക് ട്രാഫിക്കിനെയും ആര് മോണിറ്ററും കൺട്രോളും ചെയ്യും, ഈ പറയുന്ന ഫയർവാൾ എന്ന് പറയുന്ന ഡിവൈസ്. ബേസ്ഡ് ഓൺ പ്രീ ഡിറ്റർമൈൻഡ് സെക്യൂരിറ്റി റൂൾസ്, കുറച്ച് സെക്യൂരിറ്റി റൂൾസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇവർ ഈ നെറ്റ്വർക്കിനെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഫയർവാൾ എന്താണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് നോക്കിത്തരാം, ഫയർവാൾ എവിടെയാണ് വരുന്നത് എന്നുള്ളത്. നമുക്കിവിടെ ഒരു ഓഫീസ്, ഇപ്പോൾ ഈ ഓഫീസിൽ കുറച്ച് സിസ്റ്റങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇവിടെ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് കൊച്ചിയിലിരിക്കുന്ന ഒരു ഓഫീസാണെന്ന് വിചാരിക്കും. എനിക്ക് എൻ്റെ ഓഫീസ് ബാംഗ്ലൂരുണ്ട്. അപ്പോൾ ബാംഗ്ലൂർ എനിക്കൊരു ലാൻ ഉണ്ട്. ഒരു ബ്രാഞ്ച് കൊച്ചിയിലും അടുത്ത ബ്രാഞ്ച് എവിടെയാണ്, ബാംഗ്ലൂരുമാണുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെയും കുറച്ച് പി സികളുണ്ട്. ഞാൻ ഈ പി സിയും ഇവിടെയും ഒരു ലാൻ ഉണ്ട്. 2 നെറ്റ്വർക്ക് ഉണ്ട്. ഇത് കൊച്ചിയിലും ഇത് ബാംഗ്ലൂരുമാണുള്ളത്. കൊച്ചിയിലെയും ബാംഗ്ലൂരിലെയും സിസ്റ്റങ്ങൾ തമ്മിൽ നമുക്ക് പരസ്പരം കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്വന്തമായിട്ട് കേബിൾ ഇട്ടിട്ട് കണക്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കൊച്ചിയിലെ സ്വിച്ചിനെ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്തു. റൂട്ടർ മോഡത്തിൻ്റെ ഹെൽപ്പോടെ എങ്ങോട്ട് കണക്റ്റായി, ഇൻ്റർനെറ്റ് വഴിയേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അതേപോലെ ഇവിടെയും ഇങ്ങനെ തന്നെയാണ്. ബാംഗ്ലൂരെ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നു, മോഡത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റ് ആവുന്നു. ഇങ്ങനെ ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നൊരു പബ്ലിക് നെറ്റ്വർക്കാണ് അല്ലേ. അപ്പോൾ കൊച്ചിയിലെ നെറ്റ്വർക്കും ബാംഗ്ലൂരിലെ നെറ്റ്വർക്കും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തു, ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഇൻ്റർനെറ്റ് എന്ന് പറയുന്നൊരു പബ്ലിക് നെറ്റ്വർക്കാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു സിസ്റ്റം, ഇതൊരു ഹാക്കറാണെന്ന് വിചാരിക്കുക. ഈ ഹാക്കറിന് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഹാക്കർ ത്രൂ ഇൻ്റർനെറ്റ് വഴി നമ്മുടെ നെറ്റ്വർക്കിലോട്ട് കയറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ നെറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്കിലെ ഡാറ്റകളും ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ആർക്ക് കിട്ടും, ഈ ഹാക്കറിന് കിട്ടും അല്ലേ. അപ്പോൾ ഇതുപോലുള്ള നെറ്റ്വർക്കിൽ നിന്ന് വരുന്ന ത്രെട്ടുകളെയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴിയൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ആ നെറ്റ്വർക്കിനെയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ബ്ലോക്ക് ചെയ്യണം. അപ്പോൾ ബ്ലോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വെക്കണം, ഫയർവാൾ എന്ന് പറയുന്ന ഡിവൈസിനെ വെക്കണം. ഫയർവാൾ എവിടെ പ്ലേസ് ചെയ്യാം, നമുക്ക് ഫയർവാൾ നമുക്ക് പ്ലേസ് ചെയ്യാം. 2 സ്ഥലത്ത് നമുക്ക് ഫയർവാൾ പ്ലേസ് ചെയ്യാം. അപ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് ഫയർവാൾ പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഫയർവാൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കുക, ബാംഗ്ലൂരിലെ ഓഫീസിൽ നിന്ന് സ്വിച്ചിൽ നിന്ന് ഞാൻ നേരെ ഫയർവാളിലോട്ട് കണക്ട് ചെയ്തു. ഇതാണ് ഫയർവാളിൽ നിന്ന് നേരെ റൂട്ടറിലോട്ട് കണക്ട് ചെയ്തു, റൂട്ടറിൽ നിന്ന് ഇൻ്റർനെറ്റ് വഴി എടുത്തു. ഇപ്പോൾ ഫയർവാൾ വന്നിരിക്കുന്നത് എൻ്റെ റൂട്ടറിനും അതുപോലെ തന്നെ എൻ്റെ സ്വിച്ചിനും ഇടയ്ക്കാണ്.
റൂട്ടറിനും സ്വിച്ചിനും ഇടയിലാണ് ഞാനിവിടെ ഫയർവാൾ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ ഫയർവാൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെനിക്ക് ഇൻസൈഡ് ഫയർവാൾ എന്ന് വിളിക്കാം. ഇനി എനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. എൻ്റെ സ്വിച്ചിൽ നിന്ന് റൂട്ടറിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, റൂട്ടറിൽ നിന്ന് ഫയർവാളിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഫയർവാളിൽ നിന്നാണ് ഇൻ്റർനെറ്റിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൂട്ടറിനും ഇൻ്റർനെറ്റിനും ഇടയിലാണ് എന്ത് വന്നത്? ഫയർവാൾ വന്നിട്ടുള്ളത് അല്ലേ? ആ ഫയർവാളിനെ നമുക്ക് എന്ത് വിളിക്കാം? ഔട്ട്സൈഡ് ഫയർവാൾ എന്ന് വിളിക്കാം. അപ്പോൾ ഫയർവാൾ എന്ത് ചെയ്യാം? ഇൻസൈഡിലും പ്ലേസ് ചെയ്യാം, അതേപോലെ തന്നെ ഔട്ട്സൈഡിലും പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഫയർവാൾ എന്താ? ഇൻ്റർനെറ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിലോട്ട് വരുന്ന ത്രെട്ടുകളെയും കാര്യങ്ങളെയൊക്കെ മോണിറ്റർ ചെയ്യാനും ട്രാഫിക് കൺട്രോൾ ചെയ്യാനും ഇതിനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ പറയുന്ന ഫയർവാൾ എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന സ്വിച്ച് എന്തിനാണ്, റൂട്ടർ എന്തിനാണ്, ഫയർവാൾ എന്തിനാണ് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ ലാനിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, എന്താണ് ലാന്, വാൻ, അങ്ങനെ കുറച്ച് കൺസെപ്റ്റുകൾ കൂടി ബേസിക് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണെന്നുള്ളതും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസുകൾ, ഓക്കെ, റൂട്ടർ എന്താണ്, ഫയർവാൾ എന്താണ്, സ്വിച്ച് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്ക്, ഇതിൻ്റെ രണ്ടാമത്തെ നെറ്റ്വർക്കിൻ്റെ ബേസിക്കിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സുമായിട്ട് കാണാം. അപ്പോൾ ഈ ചാനൽ ആർക്കെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെറ്റ്വർക്കിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.